പ്രശ്നമില്ല. കാരണം ഇതിൻ്റെ കാര്യങ്ങളിൽ പിന്നെ ഈ കൊടുത്തുവിട്ട കാര്യത്തിലായാലും ഒരിക്കലും അത് പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ പാടില്ലായിരുന്നു. തർക്കമില്ല കാര്യത്തിൽ. കൊടുത്തുവിട്ടതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അത് 2019 ഞാൻ പറയുന്നത്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ കോടതി പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. ഞാൻ പറയുന്നത് 99 വിജയ് മല്യയുടെ ഈ സ്വർണ്ണപ്പൂശൽ നടക്കുന്നത്. അവിടം മുതൽ 2025 വരെയുള്ള കാര്യങ്ങൾ അതെല്ലാം സമഗ്രമായി അന്വേഷിക്കണമെന്നാണ് ദേവസ്വം ബോർഡിൻ്റെ നിലപാട്. അത് ഞങ്ങൾ കോടതിയോട് ആവശ്യപ്പെടുന്നു. അവിടം മുതൽ ഇങ്ങോട്ടുള്ള സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ നിറമാകട്ടെ, അതിൻ്റെ ക്യാരറ്റാവട്ടെ, തൂക്കമാവട്ടെ, അളവാകട്ടെ, ഇത്തരം അവതാരങ്ങളാവട്ടെ, ഇതിനെല്ലാം കുറിച്ച് ഒരു സമഗ്രമായ അന്വേഷണം വേണം. കാരണം ശബരിമലയെ ഒരു പവിത്രമായ ആരാധനാലയത്തെ ഇങ്ങനെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ സ്വാഭാവികമായും ഇതിനൊരു ഒരു 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 അവസാനം വേണം. അതിനു വേണ്ടിയിട്ടാണ് സമഗ്രമായ അന്വേഷണം ഞങ്ങൾ കോടതിയിൽ ആവശ്യപ്പെടുന്നത്. ബഹുമാനായ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെയും നിലപാട് അതുതന്നെയാണ്. ഞങ്ങൾ കൂടിയാലോചിച്ച് തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനം. വരുന്ന ദിവസം കോടതി അവധി കഴിഞ്ഞാൽ പൂജാവധി കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ അത് ആവശ്യപ്പെടുക. സ്റ്റാൻഡിംഗ് കൗൺസിലിനെ ഉപയോഗിച്ചുകൊണ്ട് അത് കോടതിയോട് ആവശ്യപ്പെടാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ പണപ്പിരിവ് നടത്തിയെന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അതിലെങ്ങനെയായിരിക്കും? അതെല്ലാം വരട്ടെ. ഞാൻ പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യങ്ങളല്ല, അതിനു മുമ്പുള്ള കാര്യങ്ങളല്ല, ഏത് കാര്യവും എനിക്ക് സ്വാഭാവികമായത് കോടതി ഉള്ളത് കൊണ്ട് നമുക്കതിനൊരു ഒരു അഭിപ്രായം, ഏകപക്ഷീയമായ ഒരു അഭിപ്രായം പറയാൻ കഴിയും. ഇതെല്ലാം കോടതിയുടെ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ഞങ്ങൾ കോടതിയിൽ ആവശ്യപ്പെടും. ഞങ്ങൾക്കതിൽ ഒന്നും ഒളിക്കാനുമില്ല, ഒന്നും മറയ്ക്കാനുമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യം മാത്രമല്ല, കോടതി വളരെ കൃത്യമായി പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് മാത്രം അന്വേഷണം ചുരുങ്ങരുത്, അതിനപ്പുറത്ത് അവിടുത്തെ ഒഫീഷ്യൽസിലേക്ക് അവർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മേഴ്സറിൽ ഇത് രേഖപ്പെടുത്താതിരുന്നത്, വെളിച്ചത്തേക്ക് വരണമെന്നുള്ള ഉദ്ദേശം. അങ്ങനെ അതിരൂക്ഷ വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്ന് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഈ 2019 ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, സംശയമില്ല. കാരണം ഇതിൻ്റെ കാര്യങ്ങളിൽ പിന്നെ ഈ കൊടുത്തുവിട്ട കാര്യത്തിലായാലും ഒരിക്കലും അത് പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ പാടില്ലായിരുന്നു. തർക്കമില്ല കാര്യത്തിൽ. കൊടുത്തുവിട്ടതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അത് 2019 ഞാൻ പറയുന്നത്. ഇപ്പോൾ കോടതി പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ മാത്രമല്ല, 99 മുതൽ നടക്കട്ടെ അന്വേഷണം. 2025 വരെയും നടക്കട്ടെ. സമഗ്രമായൊരു അന്വേഷണം നടക്കട്ടെ. അതിൽ കൂടി എല്ലാ കാര്യങ്ങളും പുറത്തു വരുത്തേ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. ശബരിമലയുമായി ബന്ധപ്പെട്ടൊരു 10-15 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നൊരു അന്തരീക്ഷമല്ല ഇപ്പോൾ ഉള്ളത്. അന്നൊക്കെ വലിയ വലിയ അവതാര പുരുഷന്മാരായിരുന്നു. അതിനൊക്കെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഒട്ടേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ ശബരിമലയെ മാറ്റി വേറെ അമ്പലങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എത്രയോ സ്വകാര്യ അമ്പലങ്ങളുണ്ട്. അവിടെ നടക്കുന്ന കൊള്ളരുതായ്മകൾ, അവിടെ നടക്കുന്ന കാര്യങ്ങൾ അതൊന്നും ആരും പറയുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ ശബരിമലയെ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്ത് പോകുന്നത് സത്യത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ളതിൽ എനിക്ക് വലിയ മനോവിഷമം ഉണ്ടാകുന്നത്.